വർത്തിക്കുമായിരുന്നു. അത് തന്നെ ഇത്. അപ്പൊ അത് ആൾക്കാർക്ക് എല്ലാ ആശ്വാസവും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും, അതുകൊണ്ട് ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക്, എന്നാലും ഞാനത് ചെയ്യണതിന്റെ കാരണം സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും എന്നല്ലേ. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ഇതെല്ലാം ഞാൻ ചെയ്യണതാണ്. നിങ്ങൾക്കറിയാമല്ല, ഉടമ്പടി ഞാൻ കേൾക്കുമ്പോ ഒരു ശാസ്ത്രം കിട്ടാത്ത ഒരൊറ്റ ഉടമ്പടിച്ചാലും പോലും ഉണ്ടാകത്തില്ല. എന്തെങ്കിലുമൊക്കെ അച്ഛൻ നിങ്ങൾ വഴക്ക് പറയും. അത് കാര്യം ഇതിൻ്റെ അത് സുവിശേഷത്തിൽ അങ്ങനെ ശാസിക്കേണ്ടതാണ്. അതായത് ഇടയൻ ആടുകളെ നയിക്കുമ്പോ ചിലരിങ്ങനെ അപഭ്രംശം സംഭവിക്കത്തില്ലേ, അപ്പൊ ഒരു കൊട്ടും മുട്ടൊക്കെ കൊടുത്തിട്ടാണ് നേരെ ആക്കി വെക്കണത്. അപ്പൊ അതുപോലെ ശാസന കിട്ടും. പിന്നെ എന്താണ് ബോധ്യം. അപ്പൊ ഞാൻ എപ്പോഴും കർത്താവിനോട് പറയണതാണ്, കർത്താവേ ജനങ്ങൾക്ക് ഞാൻ സംസാരിക്കുമ്പോ ബോധ്യം കിട്ടണമെന്ന്. പണ്ടേ ഞാൻ സംസാരിച്ച ആൾക്കാർക്ക് മനസ്സിലാവത്തില്ലായിരുന്നു. ഞാൻ സെമിനാരിന്ന് ഫ്രഷ് ഹാൻഡായിട്ട് ഇറങ്ങിയിട്ട് ആദ്യത്തെ 3 കൊല്ലമൊക്കെ സംസാരിക്കുമ്പോ അച്ഛൻ പറഞ്ഞൊന്നും മനസ്സിലാടെന്ന് പറയും. അപ്പൊ എനിക്ക് തന്നെ അറിയാം ഞാൻ ഓവർ തിയോളജിക്കലും ഓവർ ഫിലോസഫിക്കലുമാണ്. അങ്ങായിട്ടാണ് പണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് ജീവിതമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അവസാനം ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിച്ചതാണ്. സിമ്പിളായിട്ടുള്ള ലളിതമായ രീതിയിൽ കർത്താവെ ജനങ്ങളോട് സംസാരിക്കാൻ ഇടയാക്കണമെന്ന്. ഇന്നത്തെ ശൈലി അതിനേക്കാൾ മാറി. ഇന്ന് വചനത്തിന്റെ പൊരുളുകള് ജീവിതത്തിന്റെ ബന്ധിയായിട്ട് ലിങ്ക് ചെയ്ത് അവതരിപ്പിക്കാൻ കർത്താവ് ഒരു പ്രത്യേക അഭിഷേകം തന്നു. അത് ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി ഒരു സാക്ഷിയൊക്കെ പറഞ്ഞിരുന്നു. കാര്യം അത് കേൾക്കുമ്പോ അവർക്ക് ജീവിതത്തിലെ ബോധ്യങ്ങൾ കിട്ടുമെന്ന്. അത് ഈ 2 തിമോത്തി 4 ഒന്നുകൂടെ വായിച്ചേ. വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. അതായത് അതായത് അല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അതായത് ഇതിന് 2 മാർക്കാണുള്ളത്. 2 തരം മാർക്കുണ്ട്. ജാഗരൂകത വേണം. പക്ഷെ അതേസമയം തന്നെ സാഹചര്യം ഒക്കുമ്പോ മാത്രം വചനം പ്രഘോഷിക്കാനുള്ളതല്ല. പ്രാർത്ഥന അങ്ങനെയാണ്. അതൊരു അപ്പോസ്തലിക നിലപാടാണ്. അതായത്